ഇന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടപ്പെടുന്ന നല്ലൊരു റെസിപ്പിയാണ് കേട്ടോ. രണ്ട് ചേരുവകൾ കൊണ്ട് നല്ല കളർഫുള്ളായിട്ട് എന്നാൽ ഏറ്റവും സ്വാദോടെ നല്ല പേടയില്ലേ, നമ്മുടെ മിൽക്ക് പേടയില്ലേ, ആ പേടയുടെയൊക്കെ ഒരു സ്വാദിൽ രണ്ട് ചേരുവകൾ കൊണ്ട് ഈ സ്വീറ്റ് ഉണ്ടാക്കി വെച്ചിരിക്കുക. എന്ത് ഭംഗിയായിരിക്കുന്നല്ലേ കാണാൻ. ഞാൻ വെറുതെ പറയുകയല്ല, വളരെ എളുപ്പമാണ് ഉണ്ടാക്കാനായിട്ട്. പക്ഷേ ടേസ്റ്റ് പറഞ്ഞറിയിക്കാൻ പറ്റില്ല കേട്ടോ. ഇപ്പം ഞാൻ എടുത്തിരിക്കുന്നത് 1.5 കപ്പ് പാൽപ്പൊടിയാണ്. അതിലേക്ക് ഞാൻ മൊത്തമായിട്ട് ചേർത്ത് കൊടുത്തത് കണ്ടൻസ് മിൽക്ക്, അതായത് മിൽക്ക് മെയ്ഡ് 1/2 കപ്പും ഒരു 2 ടേബിൾ സ്പൂണും കൂടാണ്. പല പ്രാവശ്യമായിട്ടാണ് ഞാൻ ഒഴിച്ചു കൊടുത്തത്, അതിൻ്റെ കറക്റ്റ് കൺസിസ്റ്റൻസി നിങ്ങളോട് പറയാനായിട്ട്. അതുകൊണ്ട് ഞാൻ ഒഴിച്ചു കൊടുത്തത് കണക്കാക്കണ്ട, പക്ഷേ ഞാൻ പറയുന്ന അതേ അളവിൽ ചേർത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ വളരെ ടേസ്റ്റായിട്ട് ഈ ഒരു സ്വീറ്റ് ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളേ. നിങ്ങൾക്ക് കറക്റ്റ് അളവ് പറഞ്ഞു തരാനായിട്ട് ഞാൻ കുറേശ്ശെയാണ് കണ്ടൻസ് മിൽക്ക് ഒഴിച്ചത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് 1/2 കപ്പും ഒരു 2 ടേബിൾ സ്പൂണും കൂടി ഒഴിച്ചപ്പോൾ ആ കറക്റ്റ് ഒരു കൺസിസ്റ്റൻസിയായി. ഞാനൊരു കാര്യം പറഞ്ഞിട്ട്, എൻ്റെ ഈ ചാനലും എൻ്റെ ഈ വീഡിയോയും ഒക്കെ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലുമൊക്കെ ആണെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലിൽ നിങ്ങൾ പോയി ഒന്ന് ചെക്ക് ചെയ്താൽ ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള റെസിപ്പികളുണ്ട്. നിങ്ങൾക്ക് അതൊക്കെ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വീഡിയോസ് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുകയും ഇപ്പം ഹൈപ്പ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്, ഹൈപ്പ് ചെയ്യുകയും ചെയ്യണേ. ഇപ്പോൾ കറക്റ്റായിട്ടുള്ള ആ ഒരു കൺസിസ്റ്റൻസിയിൽ ഞാൻ കുഴച്ചെടുത്തിട്ട് ഇച്ചിരി നീളത്തിലൊന്ന് റോൾ ചെയ്ത് വെക്കുകയാണ്. കാരണം അതൊരു കറക്റ്റ് 3 പോർഷനായിട്ട് ഡിവൈഡ് ചെയ്യാൻ. നിങ്ങൾക്കിത് കളറൊന്നും കൊടുക്കണമെന്ന് യാതൊരു നിർബന്ധവുമില്ല കേട്ടോ. ടേസ്റ്റ് എല്ലാം ഒരുപോലെയാണ്. ഞാൻ കാണാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് 3ആയിട്ട് ഡിവൈഡ് ചെയ്ത് 3ലും കുറേശ്ശെ കളർ ആഡ് ചെയ്തിട്ട് ഒന്നുകൊണ്ടൊന്ന് കുഴച്ചു എന്നുള്ളതേ ഉള്ളൂ. കളർ ചേർക്കാൻ താല്പര്യമില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ എല്ലാം നമ്മുടെ പേടയുടെ ഒരു കളറിലിരിക്കുമെന്നുള്ളതേ ഉള്ളൂ കേട്ടോ. ഇപ്പോൾ ഫുഡ് കളറാണ് ഞാൻ എല്ലാത്തിലും ചേർത്തിരിക്കുന്നത്. 1ൽ റെഡ് കളർ കുറച്ച് ചേർത്തു, 1ൽ ചെറിയൊരു ഡ്രോപ്പ് ഗ്രീൻ കളർ ചേർത്തു, വേറെ 1ൽ ലാവൻഡറും ചേർത്തു. നമ്മൾ ആ കളർ ചേർത്ത് കൊടുത്ത ആ ഒരു ഭാഗത്തുനിന്ന് കുറച്ച് ആ ഒരു മാവെടുത്തിട്ട് നന്നായിട്ട് അതിൽ തന്നെ ആദ്യം കളർ നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കഴിഞ്ഞിട്ടേ ആ വലിയ കൂട്ടിലോട്ട് ആ ചെറിയ ആ ഒരു പോർഷൻ വെച്ചിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലായിടത്തും ഒരുപോലെ അങ്ങ് കളറാക്കി എടുക്കാൻ കുറച്ചുകൂടി എളുപ്പമാണ്. ഇപ്പോൾ ഇത് നല്ലൊരു പിങ്ക് കളർ കിട്ടിയിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് അത് കാറ്റടിച്ച് അത് ഡ്രൈ ആയി പോകാതെ അതൊന്ന് മൂടി വയ്ക്കാമേ. ഇനി അതുപോലെ കണ്ടല്ലോ, ചെറിയൊരു പോർഷൻ എടുത്തിട്ട് അതിൽ നന്നായിട്ട് ആ ഗ്രീൻ കളറൊന്ന് മിക്സ് ചെയ്തിട്ട് പിന്നെയാണ് മറ്റേ വലിയ ആ ഒരു ഭാഗത്തിൻ്റെ കൂട്ടത്തിലിട്ട് എല്ലായിടത്തും ഒരേപോലെ കളറാക്കി എടുക്കുന്നത്. നമ്മൾ ചപ്പാത്തിക്ക് കുഴയ്ക്കുന്ന ആ ഒരു പലകയുടെ മേലെയോ അല്ലെന്നുണ്ടെങ്കിൽ നല്ല ക്ലീൻ ആയിട്ടുള്ള ഒരു കിച്ചൺ കൗണ്ടറിൻ്റെ മേലെയോ വല്ലതും വെച്ച് ഇതുപോലെ മിക്സ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതാണ് കുറേ കൂടെ എളുപ്പത്തിൽ നമുക്ക് എല്ലാം കൂടെ മിക്സ് ചെയ്യാനായിട്ട് എളുപ്പമേ. ഇപ്പം ഗ്രീനിനും ഒരേപോലെ എല്ലായിടത്തും കളറാക്കിയിട്ട് മിക്സ് ചെയ്ത് മാറ്റി നമ്മൾ മൂടി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ലാവൻഡറിനും കളർ കൊടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അതിൽ നിന്ന് ചെറുതായിട്ടുള്ള ഓരോ ബോൾസ് എടുത്തിട്ട് ഒന്നിൽ റൗണ്ടാക്കാം, അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫ്ലാറ്റായിട്ട് ഈ പരന്നിരിക്കുന്ന രീതിയിൽ എടുക്കാം, അല്ലെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഈ ഒരു ഷേപ്പിൽ വേണമെന്നുണ്ടെങ്കിലും എടുക്കാം. നേരെ ഇങ്ങനെ റൗണ്ടായിട്ട് ഉണ്ടാക്കി വെക്കുന്നതിലും എനിക്ക് കുറേ കൂടി ഒരു ഭംഗിയായിട്ട് തോന്നിച്ചത് ഇങ്ങനെ ഇരിച്ചിട്ട് ഒരു നീണ്ട ഒരു ഓവൽ ഷേപ്പിൽ എടുക്കുമ്പോഴാണ്, ഒരു സിലിണ്ടർ ഷേപ്പിൽ എടുക്കുമ്പോഴാണ് കുറേ കൂടെ ക്യൂട്ടായിട്ട് എനിക്ക് തോന്നിച്ചത്. ഇത് ഭംഗിയായിരിക്കുന്നല്ലേ. ഇനി നമുക്കതുപോലെ തന്നെ ഗ്രീനും ഷേപ്പ് ചെയ്യാം, ലാവൻഡറും ഷേപ്പ് ചെയ്യാം. നിങ്ങൾ ഇതുപോലെ പാൽപ്പൊടിയും കണ്ടൻസ് മിൽക്കും കൂടെ ഒക്കെ ഇട്ട് മിക്സ് ചെയ്ത കളറും ഒക്കെ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പം തന്നെ ഇതുപോലെ ആവശ്യമുള്ള ഷേപ്പിൽ ഉരുട്ടി അങ്ങ് മാറ്റി വെക്കുന്നതാണ് നല്ലത് കേട്ടോ. അല്ലെങ്കിൽ ഇരിക്കും തോറും അത് ഡ്രൈ ആവാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത്, നമ്മളിങ്ങനെ ഉരുട്ടി കൊടുക്കുമ്പോൾ പുറത്തൊക്കെ ഇങ്ങനെ ക്രാക്ക് വീഴുകയാണ്. നല്ല ഇപ്പം കണ്ടില്ലേ, നല്ല സ്മൂത്തായിട്ടൊരു ടെക്സ്ചറല്ലേ. അപ്പം നിങ്ങൾ ഉരുട്ടുമ്പം തന്നെ ക്രാക്ക് വീഴുന്നുണ്ടെങ്കിൽ അതിനർത്ഥം അതിനാവശ്യത്തിനുള്ള മയം പോരാന്ന്. അപ്പം നിങ്ങൾ കുറേശ്ശെയായിട്ട് കണ്ടൻസ് മിൽക്ക് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഇത് നിങ്ങൾ ഒറ്റ പ്രാവശ്യമെങ്കിലും ഉണ്ടാക്കാതിരിക്കില്ലേ. കുട്ടികൾക്ക് പുറത്തുനിന്നൊക്കെയുള്ള സ്വീറ്റ്സൊക്കെ മേടിച്ച് കൊടുക്കുന്നതിലും എത്ര നല്ലതാണ് നമ്മൾ വീട്ടിൽ തന്നെ തയ്യാറാക്കുന്നത്. അപ്പോൾ നിങ്ങളിത് തയ്യാറാക്കി നോക്കിയോ, ഇഷ്ടപ്പെട്ടോ നോക്കി എന്നെ ഒന്ന് അറിയിക്കണേ. അപ്പോൾ കൂടുതൽ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെ കാണാം. താങ്ക്